എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഫ്ലൂസി 2025 ഫെബ്രുവരി മാസം 5, 7, 12 എന്നീ 3 ഡേറ്റിലെ ക്ലിക്ക് ഡേ ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുകയാണ്, ഞാൻ ഉൾപ്പെടെ. പുതിയതായിട്ടുള്ള അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. ഇനി കഴിഞ്ഞ ക്ലിക്ക് ഡേയിൽ നടന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയെന്ന് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 5-ാം തീയതിയും 7-ാം തീയതിയും, പ്രത്യേകിച്ച് 7-ാം തീയതി നടന്ന ക്ലിക്ക് ഡേയിൽ പല ആളുകളും പറയുന്നുണ്ട് 9 മണിക്കായിരുന്നു അതിൻ്റെ ടൈമെങ്കിലും 9 മണിക്ക് 2 മിനിറ്റ് മുമ്പ് ക്ലിക്ക് ഡേയിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പല ആളുകളും പറയുന്നുണ്ട്. പലരും പറയുന്നുണ്ട് ഞങ്ങൾ 9 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നു, എന്നാൽ അതിക്ക് മുമ്പ് 2 മിനിറ്റ് മുമ്പ് തുടങ്ങി പല ആളുകളും ചെയ്യാൻ സാധിച്ചു, ഞങ്ങളൊക്കെ മണ്ടന്മാരായിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഗവൺമെൻറ് 9 മണി എന്ന് പറഞ്ഞിട്ട് 9 മണിക്ക് മുമ്പ് ക്ലിക്ക് ചെയ്ത ആളുകളുടെ അപേക്ഷയ്ക്ക് എത്രത്തോളം വാല്യൂ ഉണ്ടാകുമെന്നതൊക്കെ ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത്. പക്ഷേ പല ആളുകൾക്കും ക്ലിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പുതിയ ഒരു അറിവ് കിട്ടിയതെന്ന് വെച്ചാൽ, ഞാൻ ധരിച്ചിരുന്നത് ഇത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇവിടെ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഈ ഡൊമസ്റ്റിക് ആയിട്ട് ഒരാളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളൊക്കെ റെഡിയാക്കി. ക്ലിക്ക് ഡേയുടെ സമയമായപ്പോൾ അദ്ദേഹം കേരളത്തിലായിരുന്നു. അദ്ദേഹം കേരളത്തിൽ നിന്നുകൊണ്ട് ഈ സൈറ്റിൽ കയറി അദ്ദേഹം ആ ക്ലിക്ക് ഡേയിൽ പങ്കെടുത്തു എന്നുള്ളത് പറഞ്ഞ 9:05 തന്നെ അദ്ദേഹത്തിന് ക്ലിക്ക് ഡേയിൽ പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഈ സ്പിഡ് ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ സൈറ്റിൽ കയറിയത്. അപ്പോൾ സ്പിഡ് ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ 5-ാം തീയതിയും 7-ാം തീയതിയും ഉണ്ടായ കാര്യങ്ങൾ ഇതാണ്. പിന്നെ ഇനി 12-ാം തീയതി, അതായത് സീസൺ വർക്കിന് വേണ്ടിയിട്ട് വിസയുടെ ക്ലിക്ക് ഡേ ആയിരുന്നു. 1,10,000 പേരെയാണ് അതിനകത്ത് 30% ആളുകൾ എടുക്കുന്നത്. ഒക്ടോബർ 1-ാം തീയതി ഒരു ക്ലിക്ക് ഡേയും കൂടി ഉണ്ട്. അതിലാണ് അതിൻ്റെ അപേക്ഷ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ജൂലൈ മാസം മറ്റോ ആണ്, ഞാനത് ഓർക്കുന്നില്ല. ബാക്കി വരുന്ന 70% ആളുകളുടെ ക്ലിക്ക് ഡേ 12-ാം തീയതി ആയിരുന്നു. അതിൽ വന്നിരുന്ന ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, 9 മണിക്കായിരുന്നു ടൈം ആയിരുന്നെങ്കിലും ചില സാങ്കേതിക തകരാറുകൾ മൂലം അത് സ്റ്റാർട്ട് ചെയ്തത് 11 മണിക്ക് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ അന്നത്തെ ക്ലിക്ക് ഡേയിൽ ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ പങ്കെടുത്തിട്ടില്ല. പക്ഷെ പങ്കെടുത്ത ആളുകൾ പറയുന്നത് ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് ആ സൈറ്റ് തുറന്നത് 11 മണിക്കാണ്. അപ്പോൾ പല ആളുകളും ക്ലിക്ക് ചെയ്തിരിക്കുന്നത് 11 മണിക്ക് ശേഷമാണ് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ചില ആളുകളൊക്കെ ഈ ദിവസത്തിൽ ഇതിന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറും 1.5 മണിക്കൂറൊക്കെ പെർമിഷൻ എടുത്തിട്ട്, ജോലിയിൽ നിന്ന് പെർമിഷൻ എടുത്തിരിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇട്ടേച്ച് പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എത്ര പേര് ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അതിൻ്റെ കണക്കുകളൊന്നും ഗവൺമെൻറ് പറയുന്നില്ല. എത്ര പേര് ഈ ഫോം പൂരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് 100% ഈ ഫോം എല്ലാം പൂരിപ്പിച്ചിട്ടുള്ള ആളുകളുടെ കണക്ക് മാത്രമേ പറയൂ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ റിസൾട്ട് എന്ന് വരുമെന്നുള്ളതാണ്. ശരിയായിട്ട് പറഞ്ഞാൽ ഗവൺമെൻറ് ഇതുവരെ എന്നേക്ക് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് ഒരു സൈറ്റിലും പറയുന്നില്ല. പല ആളുകളും പറയുന്നുണ്ട് ഇത് നവംബർ മാസത്തിൽ നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയർ തുടങ്ങിയത് കൊണ്ട് അധികം വൈകാതെ, മറ്റ് ഫ്ലൂസിയെ പോലെ അധികം വൈകാതെ തന്നെ റിസൾട്ട് അറിയാൻ സാധിക്കുമെന്ന് പറയുന്നു. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസത്തോടു കൂടി തന്നെ റിസൾട്ട് അറിയാൻ സാധിക്കുമെന്ന് ഇവിടുത്തെ പല ആളുകളും പറയുന്നുണ്ട്. ശരിയായിട്ടുള്ള ഒരു സൈറ്റിൽ അതിന് ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. അപ്പം നമുക്ക് അതിന് വേണ്ടി കാത്തിരിക്കാം. ഇനി ഇതിനെക്കുറിച്ച് എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിന് വേണ്ടി പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരോട് പറയേണ്ടത് ഇത്രയും മാത്രമാണ്. നിങ്ങൾ പൈസ കൊടുത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരാണോ ഇവിടെ കൊണ്ടുവരുന്ന ആ വ്യക്തി നിങ്ങളെ ഇതിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്ത് അതിൻ്റെ പേപ്പർ വർക്കുകൾ
ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഇല്ലീഗലായിട്ട് ചിലപ്പോൾ ഇവിടെ നിൽക്കേണ്ടി വരും. നിങ്ങൾക്ക് ലീഗലായിട്ട് ജോലി ചെയ്യണമെങ്കിൽ കൊണ്ടുവരുന്ന ആ സ്പോൺസർ ആരാണോ ആ വ്യക്തി തന്നെ നേരിട്ട് നിങ്ങൾക്ക് പേപ്പർ ഉണ്ടാക്കി തരണം. അപ്പോൾ അത് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ പല ആളുകളും പറയുന്നുണ്ട് എനിക്ക് പേപ്പർ ഉണ്ടാക്കി തരണ്ട, എന്നെ ജസ്റ്റ് ഇവിടേക്ക് കടത്തിയാൽ മതി എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ഫ്ലൂസിൽ നിങ്ങൾക്കറിയാലോ ഒരുപാട് ആളുകളുടെ പൈസ പോയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇല്ലീഗലായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അറിയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വീട് അങ്കമാലിയിലാണ്, ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഏകദേശം 10 ലക്ഷം രൂപ ചിലവുണ്ട് ഇവിടെ വന്നതിന്. അദ്ദേഹത്തിന് ലീഗലായിട്ട് ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ കൊണ്ടുവന്ന് ഈ എയർപോർട്ടിൽ നിന്ന് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയതല്ലാതെ അതിൻ്റെ പൈസ മേടിച്ച ആൾ പിന്നീട് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പേപ്പർ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് വിസയെല്ലാം എക്സ്പയറി ആയി. ഇപ്പോൾ ഇല്ലീഗലായിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു വയസ്സായ ആളെ നോക്കി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിലൊക്കെ ഈ കൊണ്ടുവന്ന ആൾ പറഞ്ഞു, ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾക്ക് വിസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ചയിൽ മറ്റുള്ള ആളുകളൊക്കെ വരും, അപ്പോൾ അതിൻ്റെ ഒപ്പം നിന്നെയും കൊണ്ടുപോയി പേപ്പർ ഉണ്ടാക്കി തരാം. ഞാൻ ഒരു തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നിനക്ക് പേപ്പർ ഉണ്ടാക്കി തരും എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വൈഫിനെയും മകനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ പേപ്പർ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ പാവത്തിന് പേപ്പർ ഉണ്ടാക്കി കൊടുക്കാതെ ഇപ്പോൾ ഇല്ലീഗലായിട്ട് അദ്ദേഹം ജോലി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാര്യം കൂടിയാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നതിനനുസരിച്ച് അറിയിക്കാം. നിലവിൽ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി ഇനിയും വരുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.